എന്തായിരുന്നു എന്റെ മുന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിരിമം പറഞ്ഞു ഇന്നതുപോലെ ബിജിൽ മോൻ അങ്ങ് മാസാണല്ലോ സത്യം പറഞ്ഞാൽ. ഇന്നലെ മുതൽ മൊത്തം സോഷ്യൽ മീഡിയ മൊത്തം ബിജിൽ മോനായിരുന്നു. ആ അമ്മയുടെ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു? ഇന്നലെ മൊത്തം വിജയനാണ് ശരി, വിജയനാണ് ശരി, വിജയനാണ് ശരി എന്നും പറഞ്ഞിട്ട് ഓരോ വ്യക്തികൾ ഇരുന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു. നമുക്കും പേഴ്സണൽ അയച്ചു തരുന്നു. കണ്ടോടാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ. അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇവിടെ നല്ലൊരു PR വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ ആ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ ഇതൊന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന ഗ്രൂപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം ഇത് ഒരുപാട് അടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ പോയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോയും എല്ലാവരും ഒന്ന് ലൈക്കും അടിക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കൊടുത്തേ പറ്റത്തുള്ളൂ. ഈ ഒരു സർക്കാർ കയറിയപ്പോൾ തൊട്ട് ഇതിനെ മോശമാക്കുന്ന രീതിയിൽ അങ്ങേയറ്റം മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് എതിർ പാർട്ടിക്കാർ. എന്തിന് ഈ ഒരു സമയത്ത് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്? മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ പോയെന്നും പറഞ്ഞിട്ടുള്ള അതാണ് ഇവിടെ ചർച്ച നടത്തുന്നത് മൊത്തം. പിന്നെ അദ്ദേഹം മലപ്പുറം ഒരു വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുന്നതും അതുമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയങ്ങൾ. ഈ ജനങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഇൻഫർമേഷൻ അത് കറക്റ്റായിട്ട് ന്യൂസുകാർ കൊടുക്കാൻ നോക്കുക. കറക്റ്റായിട്ട് അതൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക. ഇതിപ്പം ഈ ഒരു സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക വേണ്ടത്. ഇവിടെ ബിജിൽ മോനെ പോലുള്ളവന്മാരൊക്കെ വന്നിട്ട് ക്യാമ്പിൽ നിൽക്കുന്ന സ്ത്രീകളോടൊക്കെ മോശമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇന്ന പോലെ മീഡിയയിൽ പ്രസൻറ്റ് ചെയ്യുക. അത് പ്രസൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അത് സൈബർ അറ്റാക്ക് ചെയ്യുക. എന്താണ് ഇവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ? എന്തുകൂടെ സത്യം പറഞ്ഞാൽ നടക്കുന്നത്? പാർട്ടിയെ വളർത്താൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ അത് ആത്മാർത്ഥയോടായിരിക്കണം. എന്നാലും നമുക്ക് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ വളച്ചൊടിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ആറന്മുള ഭാഗത്തെ നമ്മുടെ അബിൻ വർക്കിയുടെ മണ്ഡലം ഒരു വീഡിയോ വെച്ചുതരാം. ഇത് മൊത്തം കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. വേറെ കുറച്ച് വീഡിയോസും ഉണ്ട്, നിങ്ങൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. പരമാവധി ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തു. പ്രവർത്തനത്തിലും വീഴ്ചകൾ ഏറെയാണ്. തകർന്ന വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും നന്നാക്കാൻ ഇനിയും കാര്യമായ സഹായമില്ല. സർക്കാർ സംവിധാനം ഫലപ്രദമല്ലെന്ന പരാതി വ്യാപകമാണ്. റവന്യൂ വകുപ്പ് കാര്യക്ഷമമായി ഇടപെടണമെന്ന അബിൻ വർക്കി MLA-യും സന്നദ്ധ സംഘടനകളുടെ സഹായം അഭ്യർത്ഥിച്ച പഴകുളം മധു MLA-യും രംഗത്ത് വന്നു. കൃഷ്ണമോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കൃഷ്ണമോഹൻ, റാന്നി മേഖലയിലാണെങ്കിൽ ഈ വെള്ളം ഇറങ്ങി, പക്ഷെ വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട സഹായം വേണം. ഒരു ഭരണപക്ഷ MLA-ക്ക് സന്നദ്ധ സംഘടനകളുടെ സഹായം ആവശ്യപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ സഹായമാണ് ആവശ്യമുള്ളത്? രണ്ടാമത്, ആറന്മുളയിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല, അവിടെയും എന്തൊക്കെ സഹായം വേണം കൃഷ്ണമോഹൻ? ഈ ദുരിതബാധിതരായ ക്യാമ്പിലേക്ക് എത്തിയ ആളോട് നമുക്ക് സംസാരിക്കാം. കാരണം MLA ഒക്കെ പറയുന്നതുപോലെ ഇടപെടൽ വേണമെന്ന് പറയുമ്പോൾ എന്താണ് പോരായ്മ? ഈ ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. വെളിച്ചമില്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് വെളിച്ചമില്ല, ഒന്നുമില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആൾക്കാർ വരുന്നുണ്ട്, കുറെ സംസാരിക്കാനുണ്ട്. സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ കാണുക. പറ. ഈ ഒരു ഗുളിക തന്നത് ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങൾ എന്തോ സൗകര്യങ്ങളാണ്? എന്തിനാ ഇത്? എന്തോനായി ഗവൺമെന്റ്? ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ്. ഓക്കെ, ഇതിനേക്കാൾ എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ എന്നുള്ള രീതിയിൽ അപ്പുറത്ത് പുറയുന്ന നമ്മുടെ ബിജിൽ മോൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലൊക്കെ. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ കൊട്ടാരമാണോ, 5 സ്റ്റാർ ഹോട്ടലാണോ? ഞാനത് ആലോചിക്കുന്നത്. പാവപ്പെട്ട ആൾക്കാർ അവരുടെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ബിജിൽ മോന്റെയും പിന്നെ അതുപോലെ തന്നെ വൈദ്യുതി ഇല്ലെന്ന് പറയുന്നതിന്റെ ഒക്കെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവില ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയൻ ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർക്കിയെ ഫോൺ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അഭിനന്ദനെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ മുന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിരിമം പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത്രയേ ഉള്ള കാര്യം, അല്ലാതെ ഒരു കാര്യമില്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിത്തിരിയിൽ കൊടുത്ത ആ ബിജിൽ മോൻ ആരെന്ന് കാണുന്നത്. അമ്പല കേമ സഖാവ് ബിജിലി കുട്ട കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിൽ മോൻ എന്ന് പറയുന്ന ചങ്ങാതി.
എന്റെ പൊന്നു വിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ് കാണും. ഒരു നാടിനെ ചേർത്ത് പിടിക്കുമ്പോൾ ആ നാട്ടിലെ MLA അബിൻ വർക്കിയും കുറെ ഉദ്യോഗസ്ഥന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും എല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനിടയിലും ഈ വിഷവുമായി കയറാൻ ചില്ലറ ഉടുപ്പൊന്നും പോരെന്റെ പൊന്നു ചെങ്ങാതി. നിങ്ങളെപ്പോലുള്ള ദുരന്തങ്ങളെയും ഈ മഴയും ഒരുപോലെ ഈ നാട് നേരിടും. ഈ ദുരന്തത്തിന് ഈ നാട് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. കണ്ടല്ലോ, അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ എത്ര കേസ് കെട്ടുകളോടെ വളച്ചൊടിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇപ്പം കോൺഗ്രസ് കയറി അവരെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇന്നലത്തെ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. ചാണ്ടി ഉമ്മനാണെങ്കിലും പല MLA-മാരാണെങ്കിലും സന്ദീപ് വാര്യരാണെങ്കിലും അങ്ങനെ ഇറങ്ങുവാണ്. അബിൻ വർക്കി അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ക്യാമ്പിലൊക്കെ ചെന്നിട്ട് ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബാക്കിയും കൂടെ വെച്ചുതരാം. ബിജിൻ മോൻ്റെ സംസാരം നമുക്ക് കേട്ടിട്ട് വരാം. ഈ ഒരു വിഷയം നിങ്ങൾ ഷെയർ ചെയ്തേ പറ്റൂ. ഇപ്പോൾ തന്നെ ചെയ്ത് എന്താണ് ഇവർ പറഞ്ഞത് ഈ പ്രതിസന്ധി? ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാമത് ഇന്നിപ്പോ രാവിലെ ക്യാമ്പ് തന്നെ പരാജയമാണ്. നീ നല്ലത് പറയടാ. എത്തിച്ചു കൊടുക്കാൻ നിഷ്പ്രയാസമായിട്ട് കഴിയുന്നു. ഇപ്പൊ തന്നെ BP ക്കുള്ള പുള്ളി അത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു. ഇത് ഇതുവരെ വന്നിട്ട് കൈവച്ചേക്കോ, കൊടുത്തിട്ടില്ല. ഇവര് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന ഒരു സാധനം പുളിയൊന്നും എടുക്കാതെ. പക്ഷെ ഇതൊന്നും ഇവിടെ ക്രമീകരണമില്ല. ക്യാമ്പ് തീർത്തും പരാജയമാണ്. ഇപ്പൊ സർക്കാർ സംവിധാനം ഇപ്പൊ പുളിയാണ്. മന്ത്രി പറഞ്ഞിട്ട് പോവല്ല. ഇത് ജനപ്രതിനിധികൾ കുറെ ജനപ്രതിനിധികളുടെ മിടുക്കൊണ്ട് കാര്യങ്ങൾ നടന്നുള്ളൂ. അവര് പോയി വെല്ലോറയിൽ നിന്ന് മേടിച്ച് അവര് കൊടുത്താ. അല്ലാതെ ഇത് ഭരണാധികാരികൾ തീർത്തും പരാജയമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും ഈ ക്യാമ്പിൽ തന്നെ നമുക്ക് അവരോടും ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്യാമ്പ് കാണുമ്പോൾ ആറന്മുള ഈ പറയുന്ന ക്യാമ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക ഇതാണോ ക്യാമ്പ് എന്നുള്ള രീതിയിലാണ്. പിന്നെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും? അവിടെ ആ പാടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ വെള്ളം കയറാത്ത സ്ഥലം. അവിടെയാണ് ആൾക്കാർ പോയി നിൽക്കുന്നത്. ഇത്ര ആൾക്കാരൊക്കെ വരുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ വൃത്തികളായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഇതൊക്കെ നല്ല രീതി PR വർക്ക് ചെയ്ത് ഈ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കാനാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ബിജിൽമാൻ ഞാൻ വെച്ചുതരാം ഓരോന്ന്. നിങ്ങൾ സ്കിപ്പടിച്ച് പോകരുത്. കാരണം പ്രതിപക്ഷ ഭരണപക്ഷ തർക്കത്തിനപ്പുറത്തേക്ക് ഇവർ പറയുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പ്രസിഡന്റ് ഇവിടെ മരുന്ന് പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇവിടെ ഗുളിക കിട്ടില്ലെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇവിടാണ് ഹെൽത്തുകാർ നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഹെൽത്തുകാരല്ലേ നിൽക്കുന്നത്. ഹെൽത്തുകാർ ഫുൾ കോറത്തിൽ ഇവിടെ നിൽക്കുക. ഇത് ഹെൽത്തുകാർ അപ്പൊ ഈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അവരവിടോട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മേടിച്ചാൽ പോരെ. കണ്ടോ ആ ഒരു കണ്ടല്ലോ, അമ്മയും അച്ഛനും ഇരുന്ന് സംസാരിക്കുന്ന കണ്ടില്ലേ നിങ്ങൾ? അവിടെ പോയി മേടിച്ചാൽ പോരെ. എടാ 1 മീറ്റർ ഉണ്ടോടാ. ഇപ്പുറത്ത് ഇവന്മാര് എരിവ് കയറ്റി കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് പോലും വളച്ചൊടിക്കുന്ന രാഷ്ട്രീയം. എന്തോന്നാടാ ഇത്? അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ കാലതാമസം ഒന്നും കാണാതെ ഇന്നലെ തൊട്ട് എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഇവരുടെ വീടുകൾ ഈ പറഞ്ഞ ആൾക്കാരിരിക്കുന്ന വീടുകളിൽ രാവിലെ ഞാൻ ഉൾപ്പെടെ പോയി, അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തെ MLA ഉൾപ്പെടെ പോയി എല്ലാവരും മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ചോദിച്ചു. വേണ്ട, ഞങ്ങൾ സാധനങ്ങളെല്ലാം പറക്കി അടുക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറിക്കോളാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് വാർഡ് മെമ്പർ കണ്ടിതാണ്. വാർഡ് മെമ്പർ വെളിച്ചം പോലും ഇല്ല. അപ്പോൾ ജനറേറ്റർ സംവിധാനം ഇല്ല ഇവിടെ. ജനറേറ്റർ ഇന്നലെ രാത്രിയിലുണ്ട് ഇവിടെ. പ്രവർത്തിക്കുന്നില്ല. എവിടെ? ഫുൾ ടൈം പ്രവർത്തനമുണ്ട്. ജനറേറ്റർ ഇന്നലെ 7 മണിയായപ്പോൾ കൊണ്ടുവച്ചാണ്. ഇന്ന് രാവിലെ വരെ ഇപ്പോഴും ജനറേറ്റർ നിങ്ങൾക്ക് ലൈവായിട്ട് നോക്കാമല്ലോ. ഇന്നലെ രാത്രിയില് 10:30 വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. നല്ല പ്രകാശമുണ്ട്. എല്ലാവരെയും കിടത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കൊതുകടിയാന്ന് പറഞ്ഞതിന് കോയിൽ വാങ്ങിച്ചു കൊടുത്തു. അവരുടെ വീടുകളിൽ രാവിലെ 5 മണിയായപ്പോൾ ഞാൻ ചെന്നത്. ഞാൻ വാർഡ് മെമ്പറാണ്. ആ സമയത്ത് അവിടെ വെള്ളം കയറിയിട്ടില്ല. പിന്നെ ഒരു 7 മണി തൊട്ട് പെട്ടെന്നാണ് വെള്ളം കയറാൻ തുടങ്ങി. ചെന്നു, സാധനങ്ങളെല്ലാം മാറ്റാൻ പറഞ്ഞു. വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. വണ്ടി വിളിച്ചു കൊടുത്തു. സാധനങ്ങൾ കൊണ്ട് സേഫായിട്ട് ഇടാനുള്ള സ്ഥലം ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ ക്യാമ്പ് സജ്ജമാക്കി കൊടുത്തു. ഉച്ചക്കത്തെ ഫുഡ് കൊടുത്തു. ഇടയ്ക്ക് പറഞ്ഞ് കട്ടൻ കാപ്പി വേണമെന്ന് പറഞ്ഞു. കൊണ്ട് കൊടുത്തു. ചായ കൊടുത്തു. എല്ലാം ചെയ്യുന്നുണ്ട്. മാക്സിമം ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ സംവിധാനം വേണമെന്ന് എവിടെയാണ് നമുക്ക് കുറച്ചുകൂടി വേഗത വേണ്ടത്? റവന്യൂ വകുപ്പിന്റെ ഒരു കോർഡിനേഷൻ ഒന്നുമില്ല. ഞങ്ങളെല്ലാം റെഡിയാ. എന്താ അവർക്ക് വേണം? ഞങ്ങൾ ഇവിടെ റെഡിയാണ്. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. പഞ്ചായത്തിന് 5 ഉദ്യോഗസ്ഥരുണ്ട്. വില്ലേജ് ഓഫീസറുണ്ട്. എല്ലാവരും ഉണ്ട്. ഇത് ചുമ്മാത് പറയരുത്. എന്തെങ്കിലും ഉണ്ട് ഞങ്ങളോട് പറയണം. അല്ല അവിടെ ഇവിടെ നടന്ന് ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ ഒരു ഭാഗത്ത് വിമർശനത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ്. എന്തായാലും മറ്റ് ഇൻമേറ്റ്സ് ഇതിലുള്ള താമസക്കാരോട് ചോദിക്കാം. പെട്ടെന്ന് ഇറങ്ങിയതാണല്ലേ വീട്ടിൽ നിന്ന്? ഭയങ്കര വെള്ളമായിരുന്നു. ഞങ്ങളുടെ പെരയുടെ പുറകിൽ മുന്നിൽ വെള്ളമായിരുന്നു. മേലുകര ഭാഗത്താണോ? മേലുകര താമസം. ക്യാമ്പിൽ വന്നിട്ട് എങ്ങനെയാണ് സൗകര്യങ്ങളും സാഹചര്യം? ക്യാമ്പിൽ കഞ്ഞിയൊക്കെ തന്നു, ചായയും കാപ്പിയൊക്കെ തന്നു, കൂട്ടുമൊക്കെ തന്നു. ഞങ്ങൾ കഴിച്ചിരിക്കുന്നു. വെള്ളം ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോകാൻ കഴിയുള്ളൂ? ഉടനെ ഇറങ്ങുമോ? ഉടനെ ഇറങ്ങത്തില്ലല്ലോ. 5 അടി വെള്ളം കൂടി കിടക്കുക. നദിയിലെ വെള്ളം ഇനിയും ഇറങ്ങും. മെല്ലെ ഇറങ്ങുന്നത്. അത് പതിയെ ഇറങ്ങിയാൽ മാത്രമേ ഇവർക്ക് ക്യാമ്പുകളിലേക്ക് മടങ്ങാൻ കഴിയുള്ളൂ. നിലവിൽ ആറന്മുള മേഖലയിൽ ഏറ്റവും കൂടുതൽ 60ഓളം ഇൻമേറ്റ്സ് ഉള്ള ഒരു ക്യാമ്പാണിത്. കുട്ടികളടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ട്രീറ്റും ചെയ്യുന്നുണ്ട്.
പിന്നെ എന്താണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എനിക്കൊരു പിടുത്തം കേട്ടത്. എന്തായാലും നമുക്ക് ഈ പെൺകുട്ടികൾ പറയുന്നത്, ഞാൻ ജസ്റ്റ് KSUക്കാരാണെങ്കിൽ ഈ കുട്ടികളെ ഹെൽപ്പ് കിട്ടുന്നുണ്ടോ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കുറെ SFI ആണെങ്കിലും KSU ആണെങ്കിലും വരുന്നുണ്ട്. പിന്നെ അല്ലാതെ വില്ലേജ് ഓഫീസിനും വരുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും വരുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു സമയത്ത് വന്നിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. പിള്ളേർ പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആഹാരത്തിന് ഒരു കുറവില്ല. പിന്നെ എൻ്റെ ബിജിൽ മോൻ്റെ ഞാൻ വെച്ച് തരാം. ഏടാ ബിജിൽ മോനെ, ഡോക്ടറെ വിളിച്ചിട്ട് കൊടുക്കാം. അത് ഇപ്പോഴല്ലേ കൊടുത്തേ? ഇന്നലെ വൈകിട്ട് തൊട്ട് അവർ പറയാമെന്നോ? ഇപ്പോഴാണ് കൊടുത്തത്. ആര് പറഞ്ഞു? ചോദിച്ചല്ലോ. ഞങ്ങൾ വിളിച്ചാൽ 10 മണിക്ക് വിളിച്ചാൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ഇടപെടണം. ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ തിരിച്ചു വിളിച്ചല്ലോ. എന്തോ ഞങ്ങൾ തിരിച്ചു വിളിച്ചു. ആരെ വിളിച്ചു? വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർ വിളി കൊടുത്തോ? ഇല്ല, വിളിച്ചിട്ട് അവർ ഇതുവരെ വിളി കൊടുത്തു. ഇപ്പോഴല്ലേ വിളി കൊടുത്തേ? ഈ ക്യാമ്പിൽ ഈ മരുന്നടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിൽ വൈകിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു വശത്തെ പ്രതിഷേധം. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ചൂണ്ടിക്കാട്ടുന്നത് കൃത്യമായി അക്കങ്ങളിലേക്ക് പോകണമെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് MLA പറഞ്ഞതുപോലെ കൂടുതൽ സംവിധാനമെങ്കിൽ ആ സംവിധാനം, കാരണം റാന്നിയിലെ വെള്ളം ഇറങ്ങുമ്പോൾ ഇപ്പോൾ ആറന്മുളയിലേക്കാണ് വെള്ളം ഇറങ്ങി വരുന്നത്. കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള ക്രമീകരണത്തിലേക്ക് പോകണം. ഭക്ഷണമെങ്കിൽ ഭക്ഷണം, അടിസ്ഥാന സൗകര്യം, ആ രീതിയിലുള്ള ക്രമീകരണത്തിലേക്ക് പോകേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം ഒരു തർക്കത്തിലേക്ക് ഇപ്പോൾ പോകേണ്ട ഒരു സാഹചര്യമില്ല. അങ്ങനെ തർക്കത്തിലേക്ക് എവിടെയെങ്കിലും താഴെത്തട്ടിൽ അസൗകര്യമുണ്ട്, അത് പരിഹരിക്കുകയാണ് വേണ്ടത്. എന്തായാലും ആറന്മുളയെ സംബന്ധിച്ച് ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചുറ്റുള്ള പ്രദേശത്തൊക്കെ വെള്ളം ഇറങ്ങിയെങ്കിൽ ഇപ്പോൾ ചെങ്ങന്നൂർ ഭാഗത്തേക്കാണ് വെള്ളം മാറുന്നത്. മാലക്കര, ഒപ്പം തന്നെ ആറാട്ടുപുഴ ഭാഗത്തേക്ക്, പിന്നെ ചെങ്ങന്നൂരും കടന്ന് അപ്പർ കുട്ടനാടും കടന്ന് കുട്ടനാട് ഭാഗത്തേക്ക് വെള്ളം മാറുകയാണ്. വെള്ളം ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ആശ്വാസമുണ്ട്. ഇനിയിപ്പോൾ ജലനിരപ്പ് മെല്ലെ പമ്പയിൽ കുറയുന്നുണ്ട്. പക്ഷേ വെള്ളക്കെട്ട് മാറാൻ ഇനി സമയമെടുക്കുമ്പോൾ 2-3 ദിവസം കൂടി ആറന്മുളയിൽ ഒരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പല പട്ടിഷോയും പല ആൾക്കാരും ഇറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ള കാര്യം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, നല്ല രീതിയിൽ പോകാൻ നോക്കുക. ഇന്ന പാർട്ടി, ഇന്ന ജാതി, ഇന്ന മതം, അങ്ങനൊന്നും ഒരു ചിന്തയും ഉണ്ടാവരുത്. നല്ല രീതിയിൽ പോകാൻ നോക്കുക. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഈ ഒരു വിഷയം പരമാവധി ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ നോക്കുക. എല്ലാവരും ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. കാരണം അതുപോലുള്ള തെറ്റായിട്ടുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. വേണം, പാർട്ടിയോടൊക്കെ എല്ലാവർക്കും സ്നേഹവും കൂറും ഒക്കെ ഉണ്ട്, പക്ഷേ അമിതമാവാതിരിക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ ഗൈസ്.